ഞാൻ ആനേനെ കാണാൻ വേണ്ടി പോയതാട്ടോ. ഒന്നല്ല മൂന്നെണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ അയ്യപ്പ വിളക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആനേനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ ഒരു ചീറ്റോസും മേടിച്ചിട്ടുണ്ടായിരുന്നു. ചീറ്റോസും കഴിച്ച് ആനേനെ വായി നോക്കി പോകുമ്പോഴാണ് ശർക്കര ജിലേബി ഉണ്ടാക്കിയത് കണ്ടിട്ട് നേരെ പോയിട്ട് ഒരു 5 ശർക്കര ജിലേബി മേടിച്ച് അത് കഴിച്ചിട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാൻസ് കളിക്കുന്ന പിള്ളേർ പോകുന്നത്. നേരെ ബാക്കിലുണ്ട് empty സ്റ്റോർ. പിന്നെ ഒന്നും നോക്കിയാൽ നേരെ അങ്ങോട്ട് പോയി കസാര ഇട്ടിരുന്നുണ്ടോ. അപ്പോഴാണ് കാടമുട്ട കണ്ടത്. 10 കാടമുട്ടയും മേടിച്ച് അത് കഴിച്ചാറുണ്ടോ. ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ലൈം സോഡയും കൂടി കുടിച്ചിട്ട് നേരെ പിന്നെ ആനനെ വായി നോക്കാൻ വേണ്ടി പോയിട്ടോ. ഇവന്റെ പേരാണ് മംഗലകൂത്ത് മുകുന്ദൻ, മറ്റേത് പാറമൽ നന്ദൻ, മറ്റേത് ബ്രാഹ്മണ വീട്ടിൽ ലോവിതൻകുട്ടി. ആനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതല്ലേ പഴം. 2 പഴം ഞാൻ അങ്ങോട്ട് ഉരിച്ച് എടുത്തിട്ട് ഞാനങ്ങോട്ട് തിന്നിട്ടോ. പഴം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് വീക്ക്നെസ് ആണ് ആനിനെ പോലെ തന്നെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് മുന്തിരി കണ്ട, പിന്നെ മുന്തിരി എടുത്ത് തിന്നായിരുന്നു. പിന്നെ ഐസിന് സംഭവം കണ്ടപ്പോൾ 2 ഐസ് മേടിച്ചായിരുന്നു, ബ്ലൂബെറിയും പിന്നെ പാഷൻ ഫ്രൂട്ടും. അതേ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പുറത്തെ ഭാഗത്ത് നല്ല സ്മെല്ല് കേട്ടോ. ഒന്നും നോക്കിയാൽ നേരെ അവിടെ പോയി ടേബിൾ പിടിച്ചിട്ട് ഞാനൊരു ഷവർമ ഓർഡർ ചെയ്തായിരുന്നു. പ്ലേറ്റ് ഷവർമ കേട്ടോ. പ്ലേറ്റ് ഷവർമയും പിന്നെ അതിൻ്റെ കൂടെ നല്ല സോസൊക്കെ കിട്ടുന്നതിനുണ്ടോ. സംഭവം സെറ്റ് ചെയ്യുന്ന വേറെ ടപ്പറാക്കി കഴിച്ചിട്ടോ. പിന്നെ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ചെസ്റ്റ് പീസ് ഞാൻ ദുനിയാവിൽ ആദ്യമായിട്ട് കാണാം. അത്രയും വലിയ ചെസ്റ്റ് പീസ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ടൈം കുടിച്ചിട്ടോ. റാഹത്തായി അൽഹംദുലില്ലാഹ്. പിന്നെ 3 ചുപ്പാ ചുപ്സും മേടിച്ച് അത് കഴിച്ച് പിന്നെ ഷവർമ പാർസൽ എടുത്തുണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടോ. പിന്നുണ്ടല്ലോ, ഇനി വീട്ടിൽ പോയ അമ്മ കയറ്റുവാറില്ല, വേഗം പോയി വരാൻ പറഞ്ഞ് ഇറങ്ങിയത്. അപ്പോൾ രാത്രി 11 മണിയായി. എനിക്ക് തിന്നാനുള്ള ചോറ് അമ്മ വെള്ളത്തിലിടാൻ ഞാൻ മതിയേനു.